₹20 എടുക്കാനുണ്ടാവും നിങ്ങളുടെ കയ്യിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇനി എത്ര കാലം നിങ്ങൾ ഒരു സിം ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാലും അത് ഒരിക്കലും ഡിസ്കണക്ട് ആവുമെന്ന പേടി വേണ്ട. സംഭവം എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. അതിനുമ്പ് വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചു. ഭാവിയിലേക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ കൂടെ ചെയ്തു കൊടുത്തു. ഐയുടെ പുതിയ നിയമം അനുസരിച്ച് നമ്മുടെ ഫോണിനകത്ത് ഒരു ₹20 റീചാർജ് മിനിമം ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് അവർ നമ്മുടെ ആ ഒരു സിം ഡിസ്കണക്ഷൻ ഒഴിവാക്കും. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് ഒരു നോർമൽ കോളോ അല്ലെങ്കിൽ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ സിം ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു മാറ്റമാണ് ഇപ്പൊ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു മാസത്തേക്ക് ₹20 മിനിമം ബാലൻസ് നമ്മുടെ ഫോണിൽ വേണം. അതായത് നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊരു കോളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവര് ഒരു ഫൈൻ എന്ന രീതിയിൽ ഈ ഒരു ചാർജ് നമ്മുടെ ഫോണിൽ നിന്ന് അവർ കട്ടാക്കും. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത മാസത്തേക്ക് നമുക്ക് വീണ്ടും ഇതുപോലെ ഡിസ്കണക്ഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ₹20 റീചാർജ് അതിനകത്ത് ചെയ്തിരിക്കണം. ₹20 റീചാർജ് എന്ന് പറയുമ്പോൾ ₹20 മിനിമം ബാലൻസ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ₹20 റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 14 രൂപയായിരിക്കും നമ്മുടെ മിനിമം ബാലൻസ് ആയിട്ട് കയറുക. അപ്പൊ അതിന് മുകളിലുള്ള റീചാർജ് നിങ്ങൾ ചെയ്യണം. ഇത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ₹20 റീചാർജ് അല്ല, ₹20 മിനിമം ബാലൻസ് നമ്മുടെ ഫോണിൽ വേണമെന്നാണ്. ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് കൂടെ കുടിക്കൂ. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഞാൻ ഇങ്ങനെ ഡെയിലി ഇട്ടുകൊണ്ടേയിരിക്കും.